എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് നമ്മളുടെ ബഡ്ജറ്റ് ഡേ ആയിരുന്നു അല്ലേ? അപ്പോൾ ബഡ്ജറ്റ് ഡേ എന്നാൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അതിശക്തമായിട്ടുള്ള വലിയ വലിയ മൂവ്മെന്റുകളായിരുന്നു. മുകളിലേക്ക് ആയിക്കോട്ടെ, താഴേക്ക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി ആയിക്കോട്ടെ, നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊക്കെയായിരുന്നു. കാരണം മുൻ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ? പക്ഷേ ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്? ഇന്ന് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് നല്ല ഒരു കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ബഡ്ജറ്റ് ഡേ ഒരു കുഞ്ഞും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ധാരണ വരുന്നത്. നോക്കൂ, ഇന്ന് നിഫ്റ്റി പ്രത്യേകിച്ച് വലിയ മൂവ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയായിട്ട് കാണുന്നില്ല. ചെറിയൊരു റേഞ്ചിൽ കിടന്ന് കളിക്കുന്ന ഒരു നിഫ്റ്റിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഇന്ന് മാർക്കറ്റിന്റെ ഈ ഒരു റേഞ്ച് എന്നത് വളരെ ചെറിയൊരു റേഞ്ച്, കണ്ടില്ലേ? വളരെ ചെറിയ റേഞ്ചിൽ മാത്രം മാർക്കറ്റ് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ശനിയാഴ്ചയായിരുന്നു. FISനെ പോലെയുള്ള വൻ ടീമുകളുടെ വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നും മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കാം, അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ എന്നാണ് വരാൻ സാധ്യത? തിങ്കളാഴ്ചയാണല്ലേ? ഇപ്പോൾ തിങ്കളാഴ്ച FIS ഇങ്ങോട്ട് വന്ന ശേഷം നമ്മുടെ മാർക്കറ്റിൽ എന്താണ് അവർ കാട്ടിക്കൂട്ടുക എന്നതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ആഴ്ച ട്രേഡിങ്ങേ വേണ്ട എന്ന്. ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാണ് ഈ ആഴ്ച നമുക്ക് ട്രേഡിങ് വേണ്ട എന്ന്. എന്താണ് പറയാൻ കാരണം? മാർക്കറ്റിൽ അതിശക്തമായിട്ടുള്ള മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെന്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ വെറുതെ ലോട്ടറി എടുക്കുന്നത് പോലെ ഒരു പക്ഷേ പോകാം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ടെക്നിക്കലി കാര്യങ്ങളൊന്നും ഇവിടെ വർക്കാവില്ല ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇവന്റിൽ. അപ്പോൾ ഇനി തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം FIS എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് കാരണം ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാരണങ്ങളും ഉണ്ടാകും, നമുക്ക് സംസാരിക്കാം. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു റേഞ്ച് ഇതായിരുന്നു. ഇന്ന് വളരെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുവാൻ സാധിച്ചത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, വിക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നല്ലേ? കഴിഞ്ഞ ദിവസം ഒരു 7-8% ക്രാഷായി. ഇന്നൊരു 13% മുകളിൽ ഇന്ന് വിക്സ് ക്രാഷ് ആയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ പ്രധാനപ്പെട്ട ഈവന്റ് നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ക്രാഷായ അവസ്ഥയിൽ നോക്കൂ, മാർക്കറ്റിന്റെ മൂവ്മെന്റും വളരെ കുറഞ്ഞു. വലിയ വിഷയങ്ങളിലേക്ക് ഇല്ലാത്ത രീതിയിൽ മൂവ്മെന്റ് കുറയുകയും കാണുവാൻ സാധിച്ചു. അപ്പോൾ വിക്സിന്റെ ആ ഒരു ക്രാഷ് ഞാൻ ഒരു സൂചനയായിരുന്നു ഏറെക്കുറെ. പക്ഷെ ആർക്കും അങ്ങനെ ഒരു ഗാംബ്ലിംഗ് പോലെ നമുക്കത് ചെയ്തു വെക്കാൻ സാധിക്കത്തില്ല പല പൊസിഷനും അല്ലേ? അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ആഴ്ച നമുക്ക് ട്രേഡിംഗ് ചെയ്യണ്ട. കാരണം മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഏത് ദിവസമാണ്? ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ബഡ്ജറ്റിന് തൊട്ട് മുന്നേ ഉള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നല്ലൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ നടന്നു അല്ലേ? അതിനുശേഷം ബഡ്ജറ്റ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. ഇനി മുന്നോട്ടുള്ള ദിവസം ഇതിൻ്റെ ഒരു പ്രതിഫലനം, അതായത് ഈ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം FIS ഒക്കെ അവർ തീർച്ചയായിട്ടും ഇവിടെ നടത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് ആയിരുന്നു ഇന്ന്. ബഡ്ജറ്റിൽ എന്തായിരുന്നു സംഭവിച്ചത്? ശരിക്കും മധ്യവർഗത്തിനൊക്കെ വളരെ സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു എന്ന് പറയാം. പൊതുവേ ഇവിടെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്തായിരുന്നു? തീർച്ചയായിട്ടും അല്പം പണമുള്ള വമ്പൻ ടീമുകൾക്കൊക്കെ ആയിരുന്നു ഗവൺമെന്റ് പലപ്പോഴും ഫേവറുകൾ ചെയ്യാറുള്ളൂ, അതല്ലേ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങളും ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ആദായ നികുതി 12 ലക്ഷം രൂപ വരെ ഉയർത്തിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സാലറി എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ 12 ലക്ഷത്തിന്റെ കൂടെ ഒരു 75,000 രൂപയുടെ കൂടി ഒരു കുറവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 12 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മാസം 1 ലക്ഷം രൂപ വെച്ച് എടുക്കുന്ന ആളുകൾക്ക് ടാക്സ് കൊടുക്കണ്ട എന്നതാണ് സാരം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ടാക്സിന്റെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതായത് 0 up to 4 lakhs നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എന്നതും, 4 lakhs up to 8 lakhs 5%, 8 lakhs up to 12 lakhs 10%, 12 lakhs up to 16 lakhs 15% ടാക്സും, അതുപോലെ തന്നെ 16 lakhs up to 20 lakhs 20% ടാക്സും, 20 lakhs up to 24 lakhs വരെ എത്രയാണ്? 25% ടാക്സും. 24 lakhsന് മുകളിലാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ 30% ടാക്സ് എന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, ഈ ഒരു 4 മുതൽ 8 ലക്ഷം വരെ നിങ്ങൾക്ക് 5% ടാക്സ് കാണിക്കുന്നു, 8 മുതൽ 12%, ഒരു 10% ടാക്സ് കാണിക്കുന്നു. എന്നിട്ടാണ് എന്താണ് പറഞ്ഞത്? ഈ ഒരു 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലേ? പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റിബേറ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ആ ഒരു കുറവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടാക്സുകളൊന്നും ആ ഒരു 12 ലക്ഷം രൂപ വരെ കൊടുക്കണ്ട എന്നതാണ് സാരം. പിന്നീട് ഇന്നത്തെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഡിഫൻസ് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഒരു 4.91 ലക്ഷം കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ബജറ്റിൽ ഡിഫൻസിന് 7.6% ഒരു വർധന ഡിഫൻസ് സെക്ടറേഴ്സിലേക്ക് കൊണ്ടുവന്നായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഡിഫൻസിനെ സംബന്ധിച്ച്. പിന്നെ ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം 100% ഉയർത്തി എന്ന രീതിയിലുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് AI ക്കാണ്.
അറിയാലോ നിങ്ങൾക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോവുകയാണല്ലേ. തീർച്ചയായിട്ടും നമ്മളും അതിനനുസരിച്ച് മാറണം എന്ന രീതി കൊണ്ട് തന്നെയാണ് ഇവിടെ AI-ക്കും കൂടുതൽ പ്രാധാന്യം ഈ ബഡ്ജറ്റിൽ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും യുവതലമുറയൊക്കെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരിക എന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതെന്താണ് എന്നത് നമുക്ക് നമ്മുടെ GDP ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ വലിയ വലിയ സമ്പന്നരെ അല്ല ലക്ഷ്യം വെക്കേണ്ടത് എന്ന് ഗവൺമെന്റിന് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം മധ്യവർഗം അല്ലെങ്കിൽ താഴേക്കിടയുള്ള ആളുകൾ ഇവരെയെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഗവൺമെന്റിന് ഒരു തോന്നലുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ടാക്സ് റിട്ടേൺ പിഴയില്ലാതെ നൽകാനുള്ള ഒരു ടൈം എന്നത് 4 വർഷം എന്ന രീതിയിലേക്ക് മാറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പിന്നെ വാടകയ്ക്കുള്ള TDS 6 ലക്ഷമായിട്ട് ഉയർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പുതിയ ആദായ നികുതി ബില്ല് അടുത്ത ആഴ്ച സർക്കാർ അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്ത് സംഭവിക്കുമെന്നത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ട്രേഡിങ്ങിലേക്കൊന്നും നിങ്ങൾ കയറണ്ട. എന്താണ് അവിടെ അവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ രീതികളൊന്നും നമുക്കറിയില്ല. അപ്പോൾ പഴയ റെജീം എന്ന ഒരു സിസ്റ്റമൊക്കെ എനിക്ക് ഒന്ന് ഏറെക്കുറെ ഇപ്പം മാറാൻ പോവുകയാണ്. അതെല്ലാം അവർ ഉടച്ച് വാർക്കാനുള്ള രീതി ആയിരിക്കാം കൊണ്ടുവരുന്നത്. ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ് നടത്താൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഈ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഓൾഡ് റെജീം, ന്യൂ റെജീം, ഇങ്ങനെ ഇതിലൊക്കെ നമ്മൾ ഈ ഒരു ടാക്സ് അടയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻറ്റ് പല രീതികളൊക്കെ നമ്മൾ ആകെ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് വളരെ ലളിതവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഈ ടാക്സ് സിസ്റ്റത്തെ അവർ കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു അടുത്ത ബില്ലിൻ്റെ അവതരണം അത് തീർച്ചയായിട്ടും ഒരു ലളിതമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ടാക്സിനെ കുറിച്ച് വല്ല ധാരണയൊന്നുമില്ല. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അവർ പല കാര്യങ്ങളും അത് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം വളരെ ഒരു ലളിതവൽക്കരിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരാൻ പോകുന്നു എന്നാണ് ഏറെക്കുറെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു 12 ലക്ഷത്തിലേക്ക് എന്തുകൊണ്ടാണ് ടാക്സ് കൊടുക്കേണ്ട എന്ന രീതിയിലൊക്കെ ഉയർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളൊരു 4 വർഷം എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളുടെ ഒരു എക്കോണമി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ക്വാർട്ടർ തന്നെ നമുക്ക് എടുക്കാം. GDP-യുടെ ആ ക്വാർട്ടർ എടുത്താൽ തന്നെയും വളരെ മോശമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർ തന്നെയാണെങ്കിൽ 6% താഴെ കുറഞ്ഞിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ സാമ്പത്തിക വളർച്ച തിരികെ കൊണ്ടുവരിക എന്നത് ഗവൺമെന്റിന്റെ ഒരു അത്യാവശ്യ ഘടകമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും അവർ ഈ ബഡ്ജറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നതിൽ ഉറപ്പായിരുന്നു അല്ലേ. പക്ഷേ അത് പെട്ടെന്ന് ഈ ഒരു 12 ലക്ഷത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഏറെക്കുറെ ഒരു 10 ലക്ഷമാണ് പ്രതീക്ഷിച്ചത് സംഭവിച്ചാൽ തന്നെയും. പക്ഷേ 12 ലക്ഷത്തിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. GST ഇനത്തിലും ഇങ്ങനെയെല്ലാം ഈ സാധാരണക്കാർ പൈസ ഇങ്ങനെ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സാധാരണക്കാരനാകെ കുഴങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ ആശ്വാസം ഇതിൽ കൂടി ലഭിക്കുന്നു എന്ന് സാരം. അതുപോലെ തന്നെ ട്രംപ് US അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം പല പുതിയ രീതികൾ ഇവിടെ കൊണ്ടുവരുന്നു. ട്രേഡ് വാർ പോലെയുള്ള പല കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലൊക്കെ തീർച്ചയായിട്ടും ഗവൺമെന്റിന് മനസ്സിലായി എന്താണ്, രാജ്യത്തിന് അകത്തുള്ള ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തങ്ങൾ എടുത്താൽ മാത്രമേ തങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് മനസ്സിലായി. ഇത് തന്നെയാണ് ആ ബഡ്ജറ്റിലും നിഴലിച്ച് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അതായത് നമ്മളുടെ GDP-യിൽ കൂടുതലും നമുക്ക് നേട്ടം കൊണ്ടുവരുന്ന ഏത് സെക്ടേഴ്സാണ്? കൺസ്യൂമർ സെക്ടേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ ജനത്തിന്റെ കയ്യിലേക്ക് കൂടുതൽ പൈസ വേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ജനത്തിന്റെ കയ്യിൽ കൂടുതൽ പൈസ വരികയും അവരത് ശരിയായ രീതിയിൽ ചെലവാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് ആ ഒരു മാറ്റം വരുമെന്ന് അവർ ചിന്തിക്കുന്നു. ഇതൊക്കെ നേരത്തെ വരേണ്ട കാര്യങ്ങളായിരുന്നു. പല മാധ്യമങ്ങളും പറയുന്നുണ്ട് ഇത് താമസിച്ചാണ് വന്നത് എന്ന്. അത് സത്യം തന്നെയാണ്. അത് താമസിച്ചാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബജറ്റുകൾ കാണുമ്പോൾ നമ്മളെ പോലെയുള്ള ഒരു മധ്യവർഗമായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ അപ്പോൾ എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ജിമിക്ക് രീതികളായിരുന്നു പലപ്പോഴും നമ്മൾ കണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊരു അല്പം മാറ്റം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കണ്ടു. പലപ്പോഴും വലിയ ടീമുകൾക്കായിരുന്നു ഇവിടെ വാരിക്കൂരി നൽകുന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഒരല്പം മാറ്റമൊക്കെ കാണുവാനും സാധിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും സംസ്ഥാന ലെവലിലൊന്നും കാര്യങ്ങൾ എടുത്ത് രാഷ്ട്രീയപരമായി പറയുകയല്ല. നമ്മൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്നും പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ചൈന പോലെയുള്ള രാജ്യത്തൊക്കെ ഇത്ര വലിയ ഒരു ഉയർച്ച ഉണ്ടായത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവർ തദ്ദേശീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു അല്ലേ. എന്നിട്ട് ഇത് പുറം രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചൈന ഒരു വലിയ രാജ്യമായിട്ട് മാറിയത് എന്നതാണ് സത്യം. അതിൽ നമ്മൾ ഈ തമാശയ്ക്ക് പറയുന്ന രീതിയിലുള്ള ടോയ്സ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ എവിടെ എടുത്താലും ഒരു കടയിൽ പോയി ടോയ്സ് എടുത്താൽ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതും അല്ലേ. അത് ഒരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ്. ഒരു രാജ്യത്ത് നിന്നും അത് ഉൽപ്പാദിപ്പിച്ച് ലോക വിപണിയിലേക്ക് കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കളിയല്ല. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഇന്ത്യ താമസിച്ചെങ്കിലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് വളരെ വലിയ കാര്യം തന്നെയാണ്.
അതായത് ഇവിടെ ടോയ്സ് ആയാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന രീതിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആഗോള വിപണിയെ കൈയടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം കൺസോളിഡേറ്റ് ചെയ്തത്? ശരിക്കും ഈ FISനെ പോലെയുള്ള വമ്പൻ ടീമുകൾക്കൊന്നും പ്രത്യേകിച്ച് ഫേവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു ബജറ്റിൽ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ആ ഒരു കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ പറയുന്ന വലിയ വലിയ ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അല്പം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരന് അതല്ലെങ്കിൽ മധ്യവർഗങ്ങൾക്കും കൂടി ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് ആയത് കാരണം മാർക്കറ്റിനെ അധികം സ്വാധീനിച്ചില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഒരിക്കൽ ഞാൻ വലിയ പഠനങ്ങൾ നടത്തി പറയുന്ന ഒന്നല്ല. അതായത് FISന് വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോളൂ, ഞങ്ങൾക്ക് നിങ്ങളൊരു അത്യാവശ്യമല്ല എന്ന് പറയാതെ പറയുന്ന ഒരു രീതി ഗവൺമെന്റിന്റെ ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടായോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ FIS ഒരു 3-4 മാസമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ സെല്ല് ചെയ്ത് കൊണ്ടുപോകാണല്ലേ, പരമാവധി അവർ സെല്ല് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാണ്. പക്ഷേ ഇത്രയും വലിയൊരു രാജ്യത്ത്, ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് നിങ്ങൾക്ക് അവസരങ്ങൾ ഇവിടെയാണുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാമെന്നൊരു പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു ബജറ്റാണോ എന്ന് എനിക്കൊരു തോന്നൽ ഇതിൽ നിന്നുണ്ടായി. ഇവിടെ മാർക്കറ്റിനെ നിങ്ങൾ എത്ര വിറ്റുകൊണ്ട് പോയാലും മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ഇവിടെ DIs ഉണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഉണ്ട് എന്നൊരു രീതി ഗവൺമെന്റ് വെക്കുന്നു എന്നൊരു തോന്നലും തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ വിദേശ പണങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടേക്ക് വരിക എന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലേ? പക്ഷെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഗവൺമെന്റ് ഇതിനെ കാണുന്നു എന്നത് തീർച്ചയായിട്ടും അത്ര നല്ല രീതിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ രീതി. തീർച്ചയായിട്ടും വിദേശ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൂടുതൽ മെച്ചങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നത് വളരെ സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്കും ഗുണകരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. അല്ലാതെ ഒരു വെല്ലുവിളി പോലെ ഇങ്ങനെ നിന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നത് തീർച്ചയായിട്ടും എനിക്ക് സംശയമുണ്ട്. അത് തന്നെയാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. തിങ്കളാഴ്ചയൊക്കെ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ FIS ഇവിടേക്ക് വന്ന് എന്ത് കാട്ടിക്കൂട്ടും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാത്തിരുന്ന് കാണാം. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും ദിവസങ്ങളിലൊക്കെ ഇനി സംസാരിക്കുമെന്നും അറിയത്തില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും. തീർച്ചയായിട്ടും നമുക്കത് നോക്കാം. അപ്പോൾ ബഡ്ജറ്റിന്റെ കേസ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. വലിയ വലിയ സംഭവങ്ങളൊന്നും ഇന്ന് നടന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ ആഴ്ച ട്രേഡിങ്ങിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എൻ്റെ കോഴ്സ് എടുത്ത ആളുകളോടും ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ആഴ്ച നമുക്ക് ട്രേഡ് എടുക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ആഴ്ച കഴിഞ്ഞ് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് മാർക്കറ്റിൻ്റെ സ്വഭാവം രീതിയൊക്കെ എങ്ങനെയാണെന്ന് കണ്ട ശേഷം സാവകാശം നമുക്ക് ട്രേഡ് ചെയ്യാം. വെറുതെ നമ്മളുടെ കയ്യിലുള്ള പൈസ കൊണ്ടൊന്നും നമ്മൾ എന്തിനാണ് വെറുതെ കളയുന്നത് അല്ലേ? നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട പൈസ ഇതുപോലുള്ള ഇവന്റുകളുള്ള സമയത്ത് ആ ആഴ്ചയിൽ കൊണ്ട് കളയാതിരിക്കുക. മാർക്കറ്റ് എന്ന് ഇവിടെയുണ്ട്. നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് ഒന്ന് വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് ഇവിടെ സംസാരിച്ചിരുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നത് മാർക്കറ്റ് എന്തിനെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ബജറ്റിന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ബജറ്റിന് വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പ്രത്യേകിച്ചും സംഭവിച്ചില്ല. പക്ഷേ നമുക്ക് തിങ്കളാഴ്ച നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ സംസാരിച്ചത് 1, 2, 3, 4, 5, അതായത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ഭാഗത്ത് വെച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞത് ആ ഒരു റേഞ്ചിനകത്ത് നിന്നുള്ള ഒരു കളിയായിരിക്കും എന്ന് ഏറെക്കുറെ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? താഴേക്ക് വന്നു കഴിഞ്ഞാൽ 22,800 എന്ന റേഞ്ചും 800 എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ 750 എന്ന ഒരു റേഞ്ചാണ് പ്രധാനപ്പെട്ട് എടുത്തിരുന്നത്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 23,700 എന്നൊരു വൈഡ് റേഞ്ചുമായിരുന്നു എടുത്തിരുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന ആ ഒരു 800 റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയ മാർക്കറ്റ് അതേ റേഞ്ചിൽ തന്നെ അതേ പ്രൈസ് സോണിൽ തന്നെ കിടന്ന് കളിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ചെറിയൊരു ബോക്സ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ 3 ആഴ്ച ഈ ബോക്സിനകത്താണ് ഈ മാർക്കറ്റ് കളിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് എങ്ങും പോയിട്ടില്ല. ഈ ഒരു പ്രൈസ് സോണിനകത്ത് തന്നെ നിന്ന് കളിക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇനി ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമോ എന്ന് തീർച്ചയായിട്ടും നോക്കുക. ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് നോക്കൂ, ഞാനിവിടെ വേറെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്നത് ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ട്രെൻഡ് ലൈൻ ആണെന്ന് കാര്യം ഓർക്കുക. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 23,800 എന്ന ഒരു പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് ഈ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് ലൈനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അത് അതിലും ശക്തമായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ 24,200 എന്ന പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വാച്ച് ചെയ്യാം. 24,200 എന്ന ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒരു വിട്ടുവീഴ്ചയൊക്കെ നടത്തിയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 24,200 എന്ന് പറഞ്ഞത്. 24,200 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ശക്തമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുൾ മൊമെന്റത്തിലേക്കൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ നീങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. ഒരിക്കലും ഞാൻ ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്യണം, ഇങ്ങനെ മാർക്കറ്റ് വരും എന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ഇതൊരു പഠന ആവശ്യത്തിന് വേണ്ടി പറയുന്ന കാര്യം മാത്രമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ 24,200 മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ല ഷോർട്ട് ടൈം ആണെങ്കിൽ ഞാൻ പറഞ്ഞു 23,800 എന്ന ഈ ഒരു റേഞ്ച് നോക്കാം. ഇനി താഴേക്ക് വന്നാലോ? തീർച്ചയായിട്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ 22,750 എന്ന നമ്മളുടെ നേരത്തെ ആ ഒരു സപ്പോർട്ട് പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് തന്നെ നിലനിൽക്കും. ഇനി അവിടെ നിന്നും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ഷൻ ടൈമിലുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയ പ്ലസ്
അതിന് മുന്നേ ഉള്ള നിരവധി പ്രൈസ് സോൺ ഏരിയകൾ കൂടി മാർക്ക് ചെയ്തുകൊണ്ട് വരച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ലൈനാണ് ഈ പോകുന്നത്. മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 22,500 എന്ന ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ് എന്നത് നിങ്ങൾ നോക്കുക. 22,500 എന്നത് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഈ ഒരു ടെക്നിക്കലി കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇവന്റ് കാലഘട്ടത്തിലല്ല, അല്ലാത്ത മാർക്കറ്റ് ഒന്ന് സൈലന്റ് ആവണം. ഈ ആഴ്ച കഴിഞ്ഞ് ഒരുപക്ഷെ അടുത്ത ആഴ്ച പകുതിയും കൂടെ കഴിയുമ്പോഴായിരിക്കും മാർക്കറ്റ് അതിൻ്റെ രീതിയിലേക്ക് ഒന്ന് സൈലന്റ് ആയി വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് നമുക്ക് ഈ ഒരു ടെക്നിക്കലി കാര്യങ്ങളൊക്കെ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ല, ഇതുപോലുള്ള ഇവന്റുകളും പ്രത്യേകിച്ച് ഓരോരോ ന്യൂസുകളൊക്കെ ഇനി പുറത്തോട്ടൊക്കെ വരുമ്പോൾ മാർക്കറ്റ് അതേ രീതിയിൽ ബിഹേവ് ചെയ്യും. FIS ഒക്കെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അല്ലേ. അപ്പോൾ ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. മാർക്കറ്റിനെ സസൂക്ഷ്മം വീക്ഷിക്കുക, മാർക്കറ്റ് ശാന്തമായ ശേഷം മാത്രം ട്രേഡിങ്ങിലേക്ക് കടക്കുക. നമുക്ക് നേരെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുന്നത് എന്താണ്? ഞാൻ തൽക്കാലം ഇതൊന്ന് മാറ്റുകയാണ്. നോക്കൂ, വീക്ക്ലി ചാർട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടത്തുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് അല്ലേ. അതിനുശേഷം എന്താണ്, ഒരു കൺസോൾട്ടേഷൻ രീതിയിൽ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ആഴ്ച മാർക്കറ്റിൽ യാതൊന്നും പറയാൻ സാധിക്കത്തില്ല. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് പറയുവാനേ സാധിക്കാത്ത കണ്ടീഷനാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് നിൽക്കുന്ന സമയത്ത് ആ ഇവൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡേറ്റയും റിസൾട്ടും ഒക്കെ കിട്ടിയ ശേഷം ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയുടെ പകുതിയോടെ കൂടി തന്നെ നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് എങ്ങനെ പോകുമെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ടെക്നിക്കലി നിങ്ങൾ ഇപ്പോൾ തൽക്കാലം മാർക്കറ്റിനെ വാച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി ഞാൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെന്റ് നിങ്ങൾ കണ്ടതാണ്. നോക്കൂ, നിഫ്റ്റി ബാങ്ക് ഇന്ന് മൂവ് ചെയ്ത ആ ഒരു രീതിയൊക്കെ എന്ന് വെച്ചാൽ വളരെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഒരു ബഡ്ജറ്റ് ഡേ സംഭവിക്കുന്ന മൂവ്മെന്റ് ഒന്നും നിഫ്റ്റി ബാങ്കിൽ പോലും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതും ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്ന് മുകളിലേക്ക് വന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മുന്നേക്കുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഇവിടെ ഇതും നമുക്ക് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ ആഴ്ച മാർക്കറ്റ് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഒരു പകുതിയോട് കൂടി തന്നെ മാർക്കറ്റ് ഒന്ന് ശാന്തമായ ശേഷം മാത്രം നമുക്ക് നിഫ്റ്റി ബാങ്കിന്റെ കാര്യത്തിലായാലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പലരും വിചാരിക്കും ഞാൻ എന്താണ് ഈ പറയുന്നത്, നിഫ്റ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ഇതുവരെയുള്ള എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കും അല്ലേ. ഈ ഒരു മാർക്കറ്റിന്റെ റേഞ്ച് ഇതാണ്, ഈ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റായിട്ട് അങ്ങനെയല്ല സംഭവിച്ചു പോകുന്നത്. പക്ഷേ ഇതുപോലുള്ള ഇവന്റ് ഉള്ള സമയത്ത് നമുക്ക് സാധിക്കില്ല പറയാൻ, മനസ്സിലായില്ലേ. അങ്ങനെ സാധിക്കാത്ത സമയത്ത് സാധിക്കില്ല എന്ന് തന്നെ തുറന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത്. നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്, മനസ്സിലായില്ലേ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വെറുതെ മാർക്കറ്റിന് തിരികെ കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്നാൽ ഞാൻ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെയൊക്കെ ഇതുപോലുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. ഇതിനെ ഞാൻ പ്രിന്റ് ചെയ്തൊരു ബുക്കാക്കിയൊക്കെ വെക്കാറുണ്ട്. അതായത് പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ്, ഇവന്റിന്റെ സമയത്തൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മാർക്കറ്റിന്റെ സ്വഭാവം ഇപ്പോൾ മാറി വന്നിട്ടുണ്ടല്ലേ. മാർക്കറ്റിന്റെ സ്വഭാവം മാറി വന്നപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ ചാർട്ടുകൾ ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊരു ബുക്ക് പോലെ ആക്കി വെക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഇപ്പോൾ പുതിയ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ്. പഴയ രീതിയിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും കയറി ട്രേഡ് ചെയ്ത് മാർക്കറ്റിന്റെ ഏതൊരു അവസ്ഥയും നോക്കാതെ ട്രേഡ് ചെയ്ത് പൈസ കൊണ്ട് കളയാൻ ശ്രമിക്കാതിരിക്കുക. ഇനി നമ്മൾ USD INR പോയി കഴിഞ്ഞാൽ USD INR യാതൊരു വ്യത്യാസവും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് എല്ലാം പോയി നിൽക്കുന്ന ഒരു അവസ്ഥയെ തന്നെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റിന് ആ ഒരു ബെയറിഷ് സ്വഭാവത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നില്ല എന്നാണ് ശരിക്കും പറയാനുള്ളത്. ബുള്ളിഷ് രീതിയിലേക്കൊക്കെ തിരിച്ച് മാർക്കറ്റ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശക്തമായിട്ട് മാർക്കറ്റ് ഉയർന്നു പോകണമായിരുന്നു അല്ലേ. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ഓപ്പൺ ട്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിൽ നിൽക്കുകയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു OA ചേഞ്ചസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതായത് തിങ്കളാഴ്ച മുതൽ നമുക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം കോശി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നമുക്കിനി FISന്റെ ഡേറ്റയിലേക്ക് വരാം. FISന്റെ ഡേറ്റയിൽ ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കൂ, അതിശക്തമായിട്ടുള്ള സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നടന്നതെന്ന് നിങ്ങൾ നോക്കൂ, 1200 കോടിക്കടുത്ത് FIS സെല്ല് ചെയ്തു. അവരെ വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, 2232 കോടിക്ക് DIs നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ കുറച്ച് ഡൊമസ്റ്റിക് ആളുകൾ കൂടെ കയറിയപ്പോൾ നമ്മുടെ മാർക്കറ്റ് മേളോട്ട് കുതിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഇത് എല്ലാ ദിവസവും നടക്കണമെന്ന് നിങ്ങൾ കരുതരുത്. ഈ വെള്ളിയാഴ്ച നടന്ന കാര്യം കാരണം FISന് വേണമെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ എവിടെ നിന്നും താഴേക്ക് ഇടാം അല്ലേ. ഇത് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ FIS നമ്മുടെ രീതിയിലേക്ക് വരുന്നത് മാത്രം നമുക്കൊന്ന് നോക്കി നിൽക്കാം. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ FIS ഒരു ബൈയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റ് ശക്തമായ ഒരു ബുള്ളിഷിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. ഇനി നമുക്ക് നേരെ
സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് ഓപ്ഷനിൽ എന്താണ് FIS ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, FIS പ്രത്യേകിച്ച് ഒന്നും അവർ ഓൾറെഡി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ ആഴ്ച ക്ലിയർ ചെയ്തവർ പോയി. അതിനുശേഷം നോക്കൂ, ഇവിടെ പ്രത്യേകിച്ചൊന്നും അവർ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. FIS ആയാലും DS ആയാലും പ്രത്യേകിച്ചൊന്നും ചെയ്തു വെച്ചിട്ടില്ല. കോൾ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 1 ലാഖിനടുത്താണെങ്കിൽ അത് ബെയറിഷാണ്. പുട്ട് ബൈ ചെയ്തേക്കുന്നത് 25 മാത്രമാണ്. ഒരു ചെറിയ രീതിയിലെങ്കിൽ അവരൊരു ബെയറിഷ് എന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് വെച്ചിരിക്കുകയാണ്. പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ഇവിടെ സെല്ല് ചെയ്തേക്കുന്നത് 32,000 സംതിങ് ആണെങ്കിൽ പുട്ട് ബൈ ചെയ്തേക്കുന്നത് 10,000 സംതിങ്ങിനാണ്. അപ്പോൾ ഇതും ഒരു ബെയറിഷ് ആണ്. അപ്പോൾ രണ്ടും ബെയറിഷ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലയന്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ക്ലയന്റ് ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷും ആണ് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ ആ ഒരു ബെയറിഷ് രീതി വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ കഥ പറയുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് FIS അവരുടെ സെല്ലിംഗ് ഒരു അല്പം കുറച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും. കാരണം നമ്മൾ നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നോക്കൂ, FIS നല്ല സെല്ലിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ പിന്നീട് അവർ അല്പം കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അല്പം ആശ്വാസം നമുക്ക് നൽകുന്നുണ്ട്. ഇനി നേരെ ഇങ്ങോട്ട് വന്നാൽ പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ് ഒരു സ്ലൈറ്റ്ലി ബുള്ളിഷിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു ഇൻഡെക്സ് ഫ്യൂച്ചറിൽ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വലിയ ബെയറിഷ് എന്ന രീതിയിൽ നിന്നൊക്കെ ഒരു അല്പം മാറ്റമൊക്കെ നമുക്ക് കണ്ടു തുടങ്ങുന്നതായിട്ട് നമുക്ക് ഡേറ്റകൾ ചെറിയ രീതിയിൽ കഥ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ. ഈ ആഴ്ച ട്രേഡ് ചെയ്യരുത്. അടുത്ത ആഴ്ച പകുതിയോടുകൂടി നമുക്ക് മാർക്കറ്റിനെ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇവന്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ അതിന്റെ കഥ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെ റിസൾട്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ സംഭവിക്കാം. അത് ഈ ഇവന്റ് വിട്ടുപോയി നിങ്ങൾ കരുതണ്ട. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ആ ഇവന്റിന്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും, ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നമ്മളുടെ ഇവന്റ് എന്നത് ഫെബ്രുവരി 7-ാം തീയതി വരുന്ന RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം മാർക്കറ്റിൽ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ RBIയുടെ ഈ ഒരു ഫെബ്രുവരി 7-ാം തീയതി വെള്ളിയാഴ്ചയുള്ള ഈ ഇവന്റ് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെനസ്ഡേ, അതായത് ഫെബ്രുവരി 12-ാം തീയതി വരുന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊരു ഓഫ്ലൈൻ കോഴ്സാണ്. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ് പോലെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി പെട്ടെന്ന് പഠിച്ചു തീരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് ഓൺലൈൻ കോഴ്സാണ്. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത് വാട്സ്ആപ്പ് ത്രൂ തന്നെ ഞങ്ങൾ ഇത് അയച്ചു തരുന്നതായിരിക്കും. 27 വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.